എന്താ? പോടെ പോടെ, ഇവിടെ നമുക്ക് തന്നെ പണിയില്ല, പിന്നെ അയ്യാക്ക്. പോ പോ പോ. മോനെ ബാലു, എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഓഫീസിൽ പോകുന്നത്. സ്വന്തം വീട്ടിൽ താമസിച്ചിട്ട് എന്നും റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കുന്നത് മോശമല്ലേ മോനെ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? മറ്റുള്ളവരുടെ വിചാരങ്ങളെ കുറിച്ച് ചിന്തിച്ച് തലപുണ്ണാക്കാൻ എനിക്ക് വയ്യ. എന്റെ വിചാരങ്ങളെ മാത്രമേ ഞാൻ മാനിക്കുന്നുള്ളൂ. അത് ശരിയാണോ മോനെ? ഞാനും നിന്നെ പോലെ ചിന്തിച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്താവും? ഇതൊരു കുടുംബമാണോ? എനിക്ക് തോന്നുന്നില്ല. 2 or 3 പേർ ഒരുമിച്ച് ഒരു കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ട് മാത്രം അതൊരു കുടുംബമാവോ? ഇല്ല. എ ഹൗസ് ഈസ് നോട്ട് എ ഹോം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. കുട്ടിക്കാലത്ത് നീ ഇങ്ങനെ തന്നെ ആയിരുന്നു. നിസ്സാര കാര്യത്തിന് പിണങ്ങും. കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എന്റെ മേത്ത് വലിച്ചെറിയുമായിരുന്നു. പിന്നെ കുറെ സമയത്തേക്ക് എന്റെ അടുത്ത് വരികയില്ല. പിണക്കം തീർന്നാൽ ഉടനെ ഞാൻ വിളിക്കാതെ തന്നെ എന്റെ നേർക്ക് ഓടി വരും. എന്റെ സാരി തുമ്പുകൊണ്ട് മുഖം മറച്ച് അങ്ങനെ നിൽക്കും. ഞാൻ വാരിയെടുത്ത് നിന്റെ മുഖം ഉമ്മകൾ കൊണ്ട് പൊതിയും. പിന്നെ എന്റെ നെഞ്ചോട് ചേർന്ന് ഏറെ നേരം കിടക്കും. ആ സമയത്ത് മുരുകൻ ഉറക്കെ കരഞ്ഞാൽ പോലും നീ എന്റെ മാറിൽ നിന്ന് മുഖം എടുക്കത്തില്ല. മതി, നിർത്തുന്നുണ്ടോ നിങ്ങളുടെ പഴംപുരാണം? തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് ഇനി എന്നെ വീഴ്ത്താന്ന് കരുതണ്ട. എനിക്കിപ്പോ വേണ്ടത് വാക്കുകളല്ല, പ്രവൃത്തിയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് പ്രവൃത്തിയാ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? കമ്പനി 2ആയിട്ട് പിരിക്കണോ? ഒരു ഭാഗം നിനക്കും ഒരു ഭാഗം എനിക്കും? അതോ 3ആയിട്ട് പിരിച്ച് ഒരു ഭാഗം നിന്റെ ബുദ്ധിയിൽ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്ന ആ ത്യാഗനും കൊടുക്കണോ? അതോ അന്ന് രാത്രി പറഞ്ഞതുപോലെ ഞാൻ സമ്പാദിച്ചത് മുഴുവനും നിനക്ക് തന്നിട്ട് വെറും കൈയോടെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ? തൽക്കാലം എന്റെ വഴി തടയാതെ ഒന്ന് മാറി തിന്നാ മാത്രം മതി. മോനെ, അമ്മ പറയുന്ന ഒന്ന് കേക്ക്. എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം കഴിക്കണം. വിവാഹം കഴിഞ്ഞാൽ നിന്റെ മനസ്സ് തെളിയും. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. നീ ഒന്ന് മൂളിയാൽ മതി. നിനക്ക് ചേരുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിക്കാം. നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കണം? നല്ല കാര്യമായി. നാട് വിട്ടുപോയ നിങ്ങളുടെ സ്വന്തം മകന്റെ കല്യാണം ആദ്യം നടത്ത്. എന്റെ കല്യാണം ഞാൻ തന്നെ നടത്തും. എനിക്ക് വേണ്ടി പെണ്ണ് തേടി വിശാലാക്ഷി അമ്മാൾ ബുദ്ധിമുട്ടണമെന്നില്ല. ബാലു, அம்மா, உங்களுக்கும் ஆபீஸுக்கு போக வேண்டாமா? போகணும். ஆனா எத்தனை நாள்னு தெரியாது. பாலு, ഇയർ എൻഡ് ആണ്. ഞങ്ങൾക്ക് നല്ലൊരു തുക ഡെപ്പോസിറ്റ് ആയി തരണം. We will try. Good morning, sir. സിറ്റ് ഡൗൺ. മിസ്സിസ് ആലിസ്, ഞാൻ എൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ദേ, ഇനി എനിക്കൊന്ന് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ഓരോ എക്സ്ക്യൂസും കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ എത്രയായി? പെങ്ങളെ, ഈ ബാങ്ക് എൻ്റെ തറവാട്ട് വകയൊന്നുമല്ല. ഓരോ പൈസയ്ക്ക് ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതാ.
നിങ്ങൾ ഈ പറയുന്നത് പോലെ തിരിച്ചടയ്ക്കാൻ ഇളവ് കാണിക്കാൻ ഒരു നിവൃത്തിയില്ല. തിരിച്ചടയ്ക്കാത്ത ലോൺ റിക്കവർ ചെയ്യാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമൊന്നുമില്ല. അങ്ങനെ പറയരുത് സർ. ഞങ്ങൾ എങ്ങനെ ജീവിച്ചവരാണെന്ന് സാറിന് അറിയാലോ. ഇന്നിപ്പോ ഒരു കഷ്ടകാലം വന്നതുകൊണ്ടല്ലേ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ ഞാൻ പണം അടയ്ക്കാം. എന്റെ 2 കുഞ്ഞുങ്ങളാണ് സത്യം. ഓപ്പറേഷൻ 1.5 ലക്ഷം വേണം സർ. 1.20 ഞാൻ ഉണ്ടാക്കി. ഇനി 30ന്റെ കുറവുണ്ട്. മുഴുവൻ തുകയും കെട്ടിവെച്ചില്ലെങ്കിൽ അവർ ഓപ്പറേഷൻ നടത്തില്ല സർ. സാറ് 30,000 രൂപ തരണം. ആലീസെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എനിക്കിനി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. സാർ, ഞാൻ പരമാവധി സഹായിച്ചു. നിങ്ങൾ എങ്ങനെയെങ്കിലും തുക തിരിച്ചടച്ചില്ലെങ്കിൽ ഞാൻ കുഴയും. എനിക്കും കുഞ്ഞുകുട്ടികളുള്ളതാ. അതുകൊണ്ട് തൽക്കാലം ചെല്ല്. എങ്ങനെയെങ്കിലും ഈ ലോണൊന്ന് അടയ്ക്കാൻ നോക്ക്. അല്ല, ഈ 1.5 ലക്ഷം ഓപ്പറേഷൻ ചെലവാക്കിയ ആ കടം കൂടെ നിങ്ങൾ തിരിച്ചടയ്ക്കണ്ടേ? അതെങ്ങനെ നിങ്ങൾ തിരിച്ചടയ്ക്കും? നിങ്ങളുടെ ഭർത്താവിന് അത് തിരിച്ചടയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആലോചിച്ചിട്ട് വേണം പൈസയിട്ട് കളിക്കാൻ. നിങ്ങളിപ്പോ ചെല്ല്. എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. സർ, 1 മിനിറ്റ് സർ. എനിക്കിനി ചോദിക്കാൻ വേറെ ഒരിടമില്ല പ്ലീസ്, സർ. അതുകൊണ്ട് പ്ലീസ്. ആ ദെൻ വാട്ട്? നമ്മുടെ ആ പഴയ കടകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഒരു മൾട്ടി കോംപ്ലക്സ് ബിൽഡിംഗ് പണിതൂടെ? ഞങ്ങൾ ലോൺ തരാം. ഞാൻ പണസംബന്ധമായ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ വീണ്ടും വരാം. ഇറ്റ്സ് മൈ പ്ലഷർ. എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. പിന്നെ പുതിയൊരു ലോൺ ഫെസിലിറ്റി ഉണ്ട്. വളരെ കുറഞ്ഞ പലിശയേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്കത് അവൈൽ ചെയ്യാം. ഞാൻ അതിന്റെ പേപ്പേഴ്സൊക്കെ ശരിയാക്കാം. താങ്ക് യു സർ. എന്താ ഭർത്താവിന് അസുഖം? അമ്മേ, വേഗം വാ, പോവാം. എന്തിന്റെ ഓപ്പറേഷനാ? അകത്ത് പറയുന്നത് ഞാൻ കേട്ടു. ഈ അമ്മയ്ക്ക് വല്ല കാര്യമുണ്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ട്? നീ മിണ്ടാതിരിക്കെ. ആലീസ് എന്നല്ലേ പേര്? മാനേജർ വിളിക്കുന്നത് കേട്ടു. എന്താ ഭർത്താവിന് അസുഖം? ഒരു അപകടം പറ്റിയത്. വലത്തെ കിഡ്നിക്ക് തകരാറായി. ഒരു കാലും പോയി. ഈശ്വര. എന്നിട്ട്? നല്ല നിലയിൽ കഴിഞ്ഞവരാ ഞങ്ങള്. പക്ഷെ അദ്ദേഹം വീണതോടെ എല്ലാം പോയി. ഇപ്പൊ കടം തിരിച്ചു തരാനുള്ളവരെല്ലാം പറ്റിച്ചോണ്ട് പോയി. ഞാനൊരു സ്ത്രീ തനിച്ച് എന്ത് ചെയ്യും? കടം ചോദിച്ചു പോവോ? ഈ വയ്യാത്ത ആളെ ചികിത്സിക്കാൻ നടക്കോ? നിങ്ങളുടെ വീട്ടുകാരൊന്നും സഹായിക്കില്ലേ? വീട്ടുകാർ എന്നെ തള്ളിക്കളഞ്ഞു. സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ ഞങ്ങള്. എല്ലാം പ്രായത്തിന്റെ തിളപ്പ്. ഒരാള് സ്നേഹം കാണിച്ചപ്പോ എല്ലാം മറന്നു, കൂടെ ഇറങ്ങിപ്പോയി. അന്ന് നമ്മൾ ഓർത്തില്ലല്ലോ, കുറച്ചു കാലം കഴിയുമ്പോ സ്നേഹം മാത്രമല്ല ജീവിതത്തിൽ പണവും ആള് സഹായവും ഒക്കെ ആവശ്യം വരുമെന്ന്. ഇപ്പൊ ഞങ്ങള് മാത്രം. വളരുന്ന പ്രായത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. കിടപ്പാടും കൂടി നഷ്ടപ്പെട്ട അവരെയും കൊണ്ട് എന്ത് ചെയ്യുമെന്ന് മാത്രം എനിക്കറിയില്ല. സങ്കടപ്പെടരുത്. ദൈവം ഒരു വഴി കാണിച്ചു തരും. എന്ത് വഴി? ഒരേ വഴിയുള്ളൂ മുമ്പിൽ, ആത്മഹത്യ. ആ വഴി പോകണ്ടെന്ന് വിചാരിച്ച് പിടിച്ചു നിൽക്കുകയായിരുന്നു എത്രയോ കാലമായി. 150 രൂപയുടെ ചെലവേ ഉള്ളൂ. എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ആ വഴിയുള്ളൂ. ഇനി വിഷം കഴിച്ച് മരിക്കുക. എന്തായി പറയുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലേ? 30,000 രൂപ ഉണ്ടെങ്കിൽ തൽക്കാലം ആവശ്യം നടക്കുമല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു അല്ലേ? സോറി. അപ്പോഴത്തെ സങ്കടത്തിലും നിരാശയിലും ഞാൻ ഉള്ളതെല്ലാം വിളിച്ചു പറഞ്ഞു പോയി. മോളെ, 30,000 രൂപയുടെ ചെക്ക് എഴുത്. അമ്മ എന്തേ പറയുന്നേ? ഒരു പരിചയമില്ലാത്ത സ്ത്രീക്ക്. നീ ചെക്ക് എഴുത്. പറയുന്ന അനുസരിക്ക്. എഴുത്. വിഷമിക്കാതിരിക്കെ. ഇത് പിടിക്കേ. 30,000 രൂപയുടെ ക്യാഷ് ചെക്ക്. ഓപ്പറേഷൻ നടക്കട്ടെ. കർത്താവേ, ഒരു പരിചയമില്ലാത്ത എന്നെ നിങ്ങൾ എന്തിനാ സഹായിക്കുന്നത്? വേണ്ട,
എനിക്ക് കാശ് വേണ്ട. പേടിക്കണ്ട, എനിക്കൊരു ദുരുദ്ദേശവും ഇല്ല. എനിക്കിത് വാങ്ങിക്കാൻ ധൈര്യമില്ല മാഡം. എങ്ങനെ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. തിരിച്ചു തരണ്ട, പോരെ. ഞാൻ എന്തിനാ നിങ്ങളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ. നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ ഒരു നിമിഷം എന്നെ തന്നെ കണ്ടു. ഓർക്കാപ്പുറത്ത് എനിക്കെൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ ഇതുപോലെ ഞാനും ഈ പ്രായം തികഞ്ഞ മകളെയും കൊണ്ട് എന്തു വേണമെന്നറിയാതെ നിന്നിട്ടുണ്ട്. വീട്ടുടമസ്ഥൻ ഞങ്ങളുടെ വീട്ടു സാധനങ്ങളും എടുത്ത് പുറത്തെറിഞ്ഞിട്ടുണ്ട്. പോകാൻ ഇടമില്ലാതെ നിന്നപ്പോൾ എന്നെയും സഹായിക്കാൻ നല്ല മനുഷ്യർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ സ്നേഹത്തിന്റെ പേരിൽ വീട് വിട്ടിറങ്ങി ഒരുത്തിയാണ്. സമയം കളയണ്ട, വേഗം കാശെടുത്ത് വരൂ. ഹോസ്പിറ്റലിൽ പോണ്ടേ? കാറുണ്ട്, അതിലവിടെ ഇറക്കാം. പോകൂ, എടുക്ക്. വീട്ടിൽ പോണ്ട, ഹോസ്പിറ്റലിൽ താമസിക്കാം. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നേ. ഏതായാലും ഇത്ര വരെ വന്നില്ലേ, എൻ്റെ ഭർത്താവിനെയും കൂടി കണ്ടിട്ട് പോവാം. അദ്ദേഹത്തിനൊരു ആശ്വാസം കൂടി കിട്ടുമെങ്കിൽ. വേണ്ടമ്മേ, ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റായി. കൊച്ചുമ്മ അവനോട് കാത്തിരുന്ന് വിഷമിക്കും. അത് സാരമില്ല, 2 മിനിറ്റ് മതി. നമുക്കൊന്ന് കണ്ടിട്ട് വേഗം ഇങ്ങ് വരാം. ഈ അമ്മയുടെ ഒരു കാര്യം. വാ. വരൂ ചേച്ചി. പണം അടയ്ക്കാത്തതുകൊണ്ട് ഇന്നിപ്പോ ഓപ്പറേഷൻ നടക്കില്ലെന്ന് വിചാരിച്ച് ആകെ തകർന്നു കിടക്കിയ അദ്ദേഹം പോകുമ്പോഴേ എന്നോട് പറഞ്ഞു, ബാങ്കിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ നീ വെറും കൈയോടെ തിരിച്ചു വരരുത്, നമുക്കെല്ലാവർക്കും കൂടി മരിക്കാൻ കുറച്ച് വിഷം കൂടി വാങ്ങിച്ചോണ്ട് വരണമെന്ന്. ശരീരം തകർന്നു വീണപ്പോ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ശത്രുക്കളായി. നിങ്ങളെ കുടുംബത്തെ എനിക്കറിയില്ലെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ബാങ്കിൽ വെച്ച് ആലീസിന് എന്നെ കാണാൻ കഴിഞ്ഞത്. ഉറക്കാണെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. ചേട്ടാ, ചേട്ടാ, ഇതാരാന്നറിയോ? നമ്മളെ രക്ഷിച്ചത് ഇവരാ. ഈ ചേച്ചി പൈസ തന്ന് സഹായിച്ചിട്ടുണ്ട്. നാളെ ചേട്ടൻ്റെ ഓപ്പറേഷൻ മുടങ്ങില്ല. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. കർത്താവിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ 2 കുഞ്ഞുങ്ങളും. അവരുടെ കണ്ണീരിൻ്റെ വിലയായിരിക്കും ചിലപ്പോ. ചേട്ടാ, ചേട്ടാ, ഒന്ന് തിരിഞ്ഞു നോക്കിയേ.